وعلى آله وصحبه أجمعين أما بعد. എന്ന് പറഞ്ഞ ദുറൂസുൽ അറബിയ പഠിതാക്കളെ, അൽഹംദുലില്ലാ നമ്മുടെ ഒരു സെമസ്റ്റർ പഠനത്തിന് ശേഷമുള്ള ആദ്യ ക്ലാസ്സിലാണ് അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ ഒന്നാമത്തെ പുസ്തകവും രണ്ടാമത്തെ പുസ്തകവും നമ്മൾ പൂർത്തിയാക്കി. രണ്ടാമത്തെ പുസ്തകത്തിലെ 15 പാഠങ്ങൾ നമ്മൾ അൽഹംദുലില്ലാ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഒന്നാമത്തെ പുസ്തകം മുതലുള്ളത് ഇടക്കിടക്ക് എടുത്ത് വായിച്ച് നോക്കണം. നമ്മൾ അറബി ഇബാറത്തുകൾ വായിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിച്ച നിയമങ്ങൾ അതിലുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ഇനി ഇത് ഒരു തതാബുആയിട്ട് ഒരു തുടർച്ചയായി കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. അതല്ലാതെ നമ്മൾ പഠിച്ചു പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ നിന്ന് കഴിഞ്ഞാൽ ടച്ച് വിടും, സ്വാഭാവികമാണ്. പിന്നെ ഒന്നും മനസ്സിലാവില്ല. പിന്നെ എവിടെയെങ്കിലൊക്കെ പറയുമ്പോൾ അതിങ്ങനെ ഒന്ന് പഠിച്ചിരുന്നല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുകയുണ്ടാവുള്ളൂ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും പുതിയ പുസ്തകം ആരംഭിക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ളത്, ഒന്നാമത്തെ പുസ്തകത്തിൽ നമ്മൾ ഇസ്മുകളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്. ഇസ്മുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നമ്മളവിടെ സൂചിപ്പിച്ചു. രണ്ടാമത്തെ പുസ്തകത്തിൽ ഫിഅലുകളുമായി ബന്ധപ്പെട്ട്, അത് ഫിഅലു മാളി, ഫിഅലു മുദാരിഅ്, ഫിഅലു അംർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ച് പോകുന്നത്. ഇനി ഇതിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ അതായത് സ്വത്തുമായി ബന്ധപ്പെട്ട പുതിയ ചില കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള ഇതിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ വെച്ചതിന് ശേഷമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫിഅലുകൾ പഠിച്ചു അല്ലെ? ഫിഅലു മുദാരി, ഫിഅലു മാളി, ഫിഅലു അംർ, അതൊക്കെ പഠിച്ചു. അപ്പോൾ യഫ്അലു, തഫ്അലു, യഫ്അലൂന, തഫ്അലൂന, യഖ്റുജൂന, യദ്ഹബൂന, ദഹബ, ജലസ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി അതൊക്കെ ഏത് വസ്നിൽ പെടും എന്നുള്ളതും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ചില ഫിഅലുകൾ എഴുതാണ്. അപ്പോൾ പിന്നെ ളറബ അല്ലേ?
ലറബ എന്നുള്ളത് എന്താണ്? ഒരു ഫിഅലാണ്. ലറബ എന്നുള്ളത് ഒരു ഫിഅലാണ്. ഖറജ എന്നുള്ളത് മറ്റൊരു ഫിഅലാണ്. കാണണ്ടല്ലോ അല്ലെ? എഴുത്ത് കാണണ്ടോ? കാണാം. ഓക്കെ. ഇത് ഏത് വസ്നിലാണ് ഇത് വന്നിട്ടുള്ളത്? അറിയോ? خرج فعل يفعل ഏ فعل يفعل خرج ഒറ്റ മിനിറ്റ് എനിക്ക് സൗണ്ടിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ലറബ എന്നുള്ളതിന്റെ വസ്ന് ഏതായിരിക്കും? യഫ്ഇലിക്കൊന്നും പോണ്ട. ഫഅല. 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 ഇതോ ഖറജ. فعل ഫഅല. ഫഅല. ഫഅല എന്നുള്ള വസ്നിലാണ് ഇതൊക്കെ ഉള്ളത്. ഇവിടെ പിന്നെ ഓടുമ്പോ എഴുതി സ്ഥലം ഉണ്ടാവില്ല. അഖ്റജ. അൻസല. ഇത് ഏത് വസ്നായിരിക്കും? അഖ്റജ, അൻസല. യഫ്അല. يفعل യഫ്അല. യഫ്അലല്ല. أفعل അഫഅല. അഫ്അല. അഫ്അല. ഇതോ അഫ്അല. അഫ്അല എന്നുള്ള വസനാണ്. ഓക്കെ. ഞാൻ പിന്നെ മൊത്തം ഒന്ന് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് തെറ്റാട്ടോ, ശ്രദ്ധിക്കണേ. المجرد بحرفين. المجرد بحرفين.
കൊച്ചുകൊണ്ട് എഴുതിയ കാണാണ്ടോ? ആ കാണുന്നുണ്ട്. എന്താ വായിക്കാം? ഇജ്തമ. ഇജ്തമഅ. സൂം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്താ വായിക്കാം? ഇക്തതബ. എന്താണ്? ഇക്തതബ. ഇത് ഏത് വസനായിരിക്കും? ഇഫ്തഅല. ഇഫ്തഅല. എന്താണ്? ഇഫ്തഅല. ഇതോ? ആ. ഇഫ്തഅല. ഇതും ഇഫ്തഅലയാണ്. ഇനി മൂന്നാമത്തെ നാലാമത്തെ ഒന്നുണ്ട്. ഇവിടെ എഴുതാം. بثلاثة. المجرد بثلاثة حروف. المجرد بثلاثة حروف. حروف عند أحرف. ثلاثة أحرف. بثلاثة أحرف. അതിൽ പെട്ടതാണ് ഇനി വന്നിട്ട് ഇന്നൊരു ഫാന് തിരിയാൻ തുടങ്ങിയണ്ട. സ്വിച്ച് ഒന്നിരാണ്ട് ഫാന് തിരിയുന്നു. എന്താണ്? ഇസ്തഖ്റജ. ഇസ്തഖ്റജ. ഇസ്തഗ്ഫർ.
ഇസ്തഗ്ഫറ. ഇസ്തഗ്ഫറ. ഇത് ഏത് വസനിലായിരിക്കും? ഇസ്തഫല ഇസ്തഫഅല. ആ, എന്താണ്? ഇസ്തഫഅല അല്ലേ? ഇസ്തഫഅല വസനിലാണ് ഇത് പെടുന്നത്. ഓക്കെ. പിന്നെ ഖറജ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവൻ പുറപ്പെട്ടു. പുറപ്പെട്ടു അല്ലേ? അത് ഫിഅല് എന്താണ്? മാതി മാദിയാണ് അല്ലേ? അഖ്റജ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പുറത്താക്കി എന്നാണ്. പുറത്താക്കി. അപ്പൊ എന്തായിരിക്കും? ഏതാ ഫിഅല്? ഫീല് മാതി മാതി. ഫിഅലു മാദി തന്നെയാണ് അല്ലേ? അൻസല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറക്കി എന്നാണ് ഇറക്കി. അർത്ഥം. ഇറക്കി അല്ലെങ്കിൽ ഇറങ്ങി എന്നൊക്കെ. അതും എന്താണ്? ഫിഅലു മാദി ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഫിഅലു മാദിയാണ്. ലറബ, ഖറജ എന്നുള്ളതൊക്കെ. ഫിഅലു മാദിക്ക് ചുരുങ്ങിയത് 3 അക്ഷരം വേണം. ഫിഅലു മാദിക്ക് ചുരുങ്ങിയത് 3 അക്ഷരം വേണം. അപ്പൊ ലറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവൂല? ഫിഅലു മാദി ആവൂല. ഖറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിഅലു മാദി ആവൂല. അപ്പൊ ചുരുങ്ങിയത് എന്ത് അക്ഷരം വേണം? 3 അക്ഷരങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല? ഒന്നും കുറക്കാൻ പറ്റൂല. ലറബ, ഖറജ, ജലസ, ദഹബ, സമിഅ, കതബ എന്നുള്ളതൊക്കെ എത്ര അക്ഷരങ്ങളുണ്ട്? എത്ര അക്ഷരമുണ്ട്? 3 മൂന്ന് അക്ഷരമുണ്ട്. ഇതിന്നൊക്കെ കതബ എഴുതി. കഥ എന്ന് പറഞ്ഞാൽ എന്താവൂല? ശരിയാവൂല. അല്ലെങ്കിൽ തബ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോ 3 അക്ഷരം മിനിമം എന്ത് വേണം? ഫിഅലു മാദിക്ക് എന്ത് വേണം? 3 അക്ഷരം മിനിമം വേണം. ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല? കുറക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ പിന്നെ ഒന്ന് കൂട്ടാണ് എങ്കിൽ ഇതിലേക്ക് ഇപ്പോ ഖറജ, ഫോർ എക്സാമ്പിൾ ഖറജ എന്നുള്ളതിന് പിന്നെ അതിലേക്ക് പിന്നെ ഇതിന് ഈ ലറബ എന്നുള്ളതിന് അഫ്വാൻ ലറബ എന്നുള്ളതിന് മസീദ് എന്നാണ് പറയാ. മസീദ് എന്നാണ് പറയാ. ഇപ്പൊ ലറബ, ഖറജ, സമിഅ, കതബ അങ്ങനെ ഉള്ളതിനൊക്കെ എന്ത് ചെയ്യണം? ദഹബ, ഇതിനൊക്കെ എന്താ പറയാ? മസീദ് എന്നാണ്. അല്ല, മസീദ് അല്ല, മുജറദ് എന്നാണ് പറയാ. അഫ്വാൻ മുജറദ് എന്നാണ് പറയാ. മുജറദ്. മുജറദ് എന്നാണ് എന്ത് പറയാ? ഇതിന് പറയാം. മുജറദ് എന്ന് പറഞ്ഞാൽ ഏർ, പിന്നെ അഴിച്ചു വെക്കപ്പെട്ടത് അല്ലെങ്കിൽ പിന്നെ ഉരുക്കപ്പെട്ടത് എന്നൊക്കെയാണ് പിന്നെ അതിന്റെ അർത്ഥം മുജറദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇതിന് എന്തില്ല? ഒന്നും ഞാൻ ഒഴിവാക്കല്ല. ഖറജ എന്നുള്ളതിന് ഒന്നും ഒഴിവാക്കാൻ ഇല്ല. അപ്പൊ അതിന് 3 അക്ഷരങ്ങളാണ് ഇത് വരിക. അതുകൊണ്ടാണ് മുജറദ് അസുലാസി എന്ന് പറയാം. മുജറദ് അസുലാസി എന്ന് പറയാൻ കാരണം അത് 3 അക്ഷരങ്ങളാണ് വരിക. അതുകൊണ്ടാണ് എന്തുള്ളത്? മുജറദ് അസുലാസി എന്ന് പറയാം. അതിന് എന്ത് ചെയ്യാൻ പറ്റൂല? ഒന്നും കുറക്കാൻ പറ്റുകയില്ല. ഇവിടെ വലിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. ഇനി അപ്പോ 3 അക്ഷരം ഉള്ളതാണ് ഫിഅലു മാളി. ഫിഅലുകൾ എപ്പോഴും 3 അക്ഷരം ചുരുങ്ങിയത് ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു.
അതിന് മുജറദ് എന്നാണ് പറയാ. ആ മൂന്നക്ഷരം ഉള്ളതുകൊണ്ടാണ് മുജറദ് അസുലാസി എന്ന് പറയുന്നത്. മുജറദ് അസുലാസി. ഇപ്പൊ ഖറജ എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ഖറജ മുജറദ് സുലാസിയാണ്. അതിലേക്ക് അലിഫ് വന്നു, അഖ്റജ എന്നായി. എന്താണ്? അഖ്റജ എന്നായി. അപ്പൊ ഇതിലേക്ക് എന്ത് കൂടി? ഇതിലെന്താ കൂടിയേ? അലിഫ്. അലിഫാണ് കൂടിയത് അല്ലെ? അപ്പൊ ഇതിന് പിന്നെ മസീദ് എന്ന് പറയാം. മസീദ് എന്ന് പറഞ്ഞാൽ സാദ, അധികരിച്ചത്. മസീദ് ബി ഹർഫ്, ഒരു ഹർഫ് കൂടിയതിനാണ് ഇത് പറയാം. അഖ്റജ, അൻസല. അത് ഏത് വസ്നിലാണ് വരിക? അഫ്അല. അഫ്അല എന്നുള്ള വസ്നിലാണ് ഇത് വരുന്നത്. ഒരു അക്ഷരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ കൂടിയിട്ടുള്ളത്. ഓക്കെ. ഇനി അതിലേക്ക് രണ്ടക്ഷരങ്ങൾ കൂടുകയാണെങ്കിൽ, ഇപ്പൊ ജമഅ, ജമഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി എന്നാണ് അർത്ഥം. ജമഅ ഒരുമിച്ച് കൂടി. അതിലേക്ക് അൽ മസീദ് ബിഹർഫൈൻ, രണ്ടക്ഷരങ്ങളാണ് കൂടുന്നത്. ഒന്ന് അലിഫാണ്, മറ്റൊന്ന് ത ആണ്. ജമഅ എന്നുള്ളതിൽ ഇജ്തമഅ. എന്താണ്? ഇജ്തമഅ. ഇതൊക്കെ എന്താണ്? ഫിഅലു മാദിയാണ്. ഇജ്തമഅ ഒരുമിച്ച് കൂടി എന്നുള്ളതാണ്. കതബ, ഇക്തതബ. കതബ, ഇക്തതബ. ഫഅല, ഇഫ്തഅല. ഫഅല, ഇഫ്തഅല എന്നുള്ളതാണ് ഇത്. പിന്നെ ഇനി അതിലേക്ക് മൂന്നക്ഷരങ്ങൾ കൂടുമ്പോൾ അൽ മസീദ് ബി സലാസത്തി അഹ്റുഫ്. അൽ മസീദ് ബി സലാസത്തി അഹ്റുഫ്, മൂന്ന് ഹർഫുകൾ, മൂന്ന് അക്ഷരങ്ങൾ ചേരുമ്പോൾ അല്ലെ? ഇസ്തഗ്ഫറ, അല്ല ഇസ്തഖ്റജ. ഖറജ, ഖറജ, ഇസ്തഖ്റജ. ഫഅല, ഇസ്തഫഅല. ഫഅല, ഇസ്തഫഅല. ഇതൊക്കെ ഒരു വസ്നാണ്. ഫഅല വസ്ന്, അഫ്അല വസ്ന്, ഇഫ്തഅല വസ്ന്, ഇസ്തഫഅല വസ്ന്. ഗഫറ, ഗഫറ എന്നാണ്. ഇസ്തഗ്ഫറ. ഫഅല, ഇസ്തഫഅല. ഗഫറ, ഇസ്തഗ്ഫറ. ഫഅല, ഇസ്തഫഅല എന്നുള്ളതാണ്. ഇപ്പോ ഇത് പിന്നെ ഇങ്ങനെയും ഇപ്പൊ നമ്മൾ ഫഅല, പിന്നെ യഫ്അലാനി, തഫ്അലാനി അങ്ങനത്തെ സംഗതികൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെയും എന്തുണ്ട്? വസ്നുകൾ ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ വേറെയും എന്തുണ്ട്? കുറെ വസ്നുകളുണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പ്രൈമറി എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ പാഠത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അറിയേണ്ട ചില വസ്നുകൾ മാത്രമാണ് പിന്നെ നമ്മൾ ഇവിടെ ചേർക്കുന്നുള്ളൂ. ഇതില് മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫിഅല് പിന്നെ മാക്സിമം 6 അക്ഷരങ്ങളെ പറ്റുള്ളൂ. ഇതിലേക്ക് 6 അക്ഷരങ്ങൾ, കൂടിയ 6 അക്ഷരങ്ങൾ, അതിന്റെ അപ്പുറത്തേക്ക് പറ്റൂല. ഇപ്പോ ഇസ്തഗ്ഫറ, ഗഫറ എന്നുള്ളതിൽ എത്ര വന്നു? എത്ര അക്ഷരം വന്നു? 3 എണ്ണം വന്നു. പിന്നെ എത്ര എണ്ണം ഇവിടെ ചേർത്തു? ഇസ്ത എന്ന് ചേർത്തു. 3 അക്ഷരം വീണ്ടും ചേർത്തു. അത് 6 എണ്ണായി. ഇതിനപ്പുറത്തേക്ക് 7ാമത്തെ ഒരു അക്ഷരം എന്തില്ല? ഫിഅലു മാദിയില് ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. 6 എണ്ണം വരെ പോകുള്ളൂ. 7ാമത്തെ ഒന്നും എന്തില്ല? ഫിഅലു മാദിയില് ഇല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. 3 ഉണ്ട്. 3, 4, 5, 6. 3, 4, 5, 6. 3ൽ കുറവ് ഇല്ല. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട സംഗതിയാണ്. 3, 4, 5, 6. ഓക്കെ. അപ്പോ ഇതിന് 3 അക്ഷരത്തിന് എന്താണ്? മുജറദ് എന്നാണ് പറയാ. അതല്ലെങ്കിൽ മുജറദ് അസുലാസി. അതിലേക്ക് എത്ര കൂടുന്നോ അതിനൊക്കെ മസീദ് എന്ന് പറയാം. മസീദ് ബിഹർഫ്, ഒരു ഹർഫ് കൂടിയത്. മസീദ് ബിഹർഫൈൻ, 2 ഹർഫ് കൂടിയത്. മസീദ് ബി സലാസത്തി അഹ്റുഫ്, 3 ഹർഫ് കൂടിയത്. ഓക്കെ. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു 6 അക്ഷരം വരെ പറ്റുള്ളൂ എന്നുള്ളത് അല്ലെ. 6 അക്ഷരം വരെ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോ ഇപ്പൊ ഒരാളോട് ചോദിക്കണം ഇസ്തഗ്ഫറ എന്ന് പറഞ്ഞ എന്താ, അല്ലെങ്കിൽ ഇസ്തഖ്റജ എന്ന് പറഞ്ഞ എന്താ? എന്താ അതിന്റെ അർത്ഥം? പുറപ്പെട്ടു. വഴിയെ പുറപ്പെട്ടു. ഇസ്തഖ്റജ എന്ന് പറഞ്ഞ പുറത്തു പോയി എന്നുള്ള ഇതാണ്. പുറത്താക്കി. പുറത്താക്കി അല്ലെങ്കിൽ പുറത്തു പോയി എന്നുള്ള ഇതാണ്. അപ്പോ നിങ്ങൾ പുറത്തു പോയോ എന്ന് ചോദിക്കൂലേ? എന്താ? അല്ലെങ്കിൽ നീ പുറത്തു പോയോ എന്ന് ചോദിക്കും അല്ലെ. നീ പുറത്തു പോയോ എന്ന് ചോദിക്കുമ്പോ എന്താവും? ഇസ്തഖ്റജ്ത. ഇസ്തഖ്റജ്ത അല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഒന്ന് 2 3 4 5 6 7 എത്ര അക്ഷരം വന്നു? 7 അക്ഷരങ്ങൾ വന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിഅലു മാദിയിൽ 6 അക്ഷരങ്ങളെ വരുള്ളൂ. പിന്നെ അതിന്റെ കൂടെ എന്ത് വരാം? താഉ തഅനീസ് വരാം, അത് പ്രശ്നമില്ല. താഉ തഅനീസ്. ഇസ്തഖ്റജ്തി നീ, അല്ലെങ്കിൽ ഇസ്തഖ്റജത് അവൾ എന്ത് ചെയ്തോ പോയോ എന്നുള്ളത് ഇത്. അല്ലെങ്കിൽ പിന്നെ ദമീറുകൾ അവർ പോയി, അല്ലെങ്കിൽ ഇത് പിന്നെ ഒരു മിനിറ്റ്, നമ്മൾ ആദ്യം തന്നെ ഇത് എടുത്തിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പോ ഉദാഹരണത്തിന് അഖ്റജ, അഖ്റജ അവൻ പോയി. അവൾ പോയി എന്നുള്ളത് എന്താ? അഖ്റജത് അല്ലെ. അഖ്റജത്. ഇനി അവരോ? അഖ്റജൂ അല്ലെ. അഖ്റജൂ ഇനി പുരുഷന്മാര്. ഇനി അവർ പിന്നെ കുറെ സ്ത്രീകളുടെ ആണെങ്കിലോ? അഖ്റജ്ന അല്ലെ. അഖ്റജ്ന എന്നുള്ളതാണ്. ഈ സ്ത്രീകൾ പിന്നെ സ്ത്രീ ഇത് ഇസ്തഖ്റജത് എന്ന് എന്ത് പറയും? അവൾ ഇത് പോയോ എന്നുള്ളതിന് ഇസ്തഖ്റജത് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി പിന്നെ ഇതിലേക്ക് എന്ത് ചെയ്യും? ഫിഅലു മാദിയിലേക്ക് ലമീറുകൾ ചേർക്കാൻ പറ്റും. അപ്പൊ അത് എന്താവും? 7ൽ കൂടുതൽ വരും. പക്ഷെ അത് ലമീറാണ് കൂടുതൽ വരുന്നത്. അല്ലാത്തത് എത്ര വരുള്ളൂ? 6 വരുള്ളൂ. 6ൽ കൂടുതൽ ഒരിക്കലും വരൂല. പിന്നെ ലമീറാണ് പിന്നെ അതിലേക്ക് ആഡ് ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതേപോലെ തന്നെ താഉ തഅനീസുമാണ് അതിലേക്ക് ഇതാക്കുക. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? നിങ്ങൾ കൂടെ വേണം കേട്ടോ. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണ് ഈ ഒരു ബുക്ക്. കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചധികം. ഇനി അതത് മഅദൂദുകളൊന്നും കൂടി ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണ്ടേ. ഇതിലൊക്കെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് വരുന്നുണ്ട്. ഉസ്താദ, ചിലരുടെ ഒക്കെ ഞങ്ങളുടെ ഒക്കെ ബുക്കില് ഇനിയും പാഠങ്ങളുണ്ടല്ലോ 2ാമത്തെ ബുക്കില്. അതെന്താ വെച്ചാല് സെമസ്റ്റർ പിന്നെ പകുതിയാക്കിയിട്ടാണ് ആ ബുക്ക് വന്നിട്ടുള്ളത്. നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തതാണ്. അപ്പൊ ഇനി 15 വരെ എടുത്തത്. 16ാമത്തെ പാഠാണോ അപ്പൊ എടുക്കാൻ പോണത്? ഇനി 16ാമത്തെ എടുക്കാൻ പോണത്. 16 എടുക്കുക കേട്ടോ. അത് പിന്നെ ഇതുവരെ ഫിഅലുകളാണ്, ഫിഅലു മാളി മുളാരി ഒക്കെയാണ് വന്നത്. ഇസ്മും ഫിഅലും ആണ് വന്നിട്ടുള്ളത്. ഇനി അത് സൊർഫ് അങ്ങനത്തെ ഇതിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അതുകൊണ്ടാണ് അത് അവിടെ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
അഹ്റജ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താർത്ഥം? പുറത്താക്കി എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ മുദാരി, അഹ്റജന്റെ മുദാരി എന്തായിരിക്കും? അഹ്റജ അതിന്റെ മുദാരി ആണ് يخرج യഹ്റുജോ, يخرج യുഖ്രിജു ഉഖ്രിജു, ഉഖ്രിജു, أخرج ഉഖ്രിജു ഞാൻ പുറത്താക്കുന്നു. അഹ്റജ, ഉഖ്രിജു, യഹ്റുജു, പിന്നെ യുഖ്രിജു അത് യഹ്രിജു, യഹ്രിജു, തുഖ്രിജു എന്നൊക്കെ വരും കേട്ടോ. യഹ്രിജു, എന്നാണ്. തുഖ്രിജു, يو അല്ല ഉസ്താദേ യുഖ്രിജു അല്ലേ? യഹ്രിജു. അതേപോലെ തന്നെ തുഖ്രിജു, ഇതൊക്കെ വരും. ഇത് പിന്നെ ഇതിനല്ല, ഞാൻ പുറത്താക്കി എന്നുള്ളതിന്റെ ഇതാണ് കേട്ടോ, സോറി. അഖ്റജ, യഖ്രിജു, യുഖ്രിജു അല്ലേ? തുഖ്രിജു എന്നൊക്കെ എന്ത് ചെയ്യും? ഇതിന്റെ മുദാരി ആയിട്ട് വരും. യുഖ്രിജു എന്നല്ലേ ഉസ്താദേ വരാ? ആ തുഖ്രിജു യുഖ്രിജു എന്ന് വരുമ്പോ വരാം. ആ ഇനി പിന്നെ അപ്പൊ നമ്മള് ഫിഅല് മുദാരി എത്ര അക്ഷരങ്ങളാണ് മിനിമം? 4 4 ഫീല് മുലാരി മിനിമം എന്ന് വെച്ചാൽ 4 മാക്സിമം അല്ല. 3 4അല്ലേ? മാദിയാണ് മുലാരിയില് 4 അല്ലേ? മാലി മുദാരിയാന്ന് ചോദിച്ച് മാലി കേട്ടോ. ആ മാലി 3. മാലി 3, ഞാൻ മുദാരി ചോദിച്ച് അഫ്വാൻ. ആ സോറി. ഫെയിലു മാലിയിൽ എത്ര അക്ഷരം വരിക മിനിമം? 3 3 അല്ലെ? 3 അക്ഷരങ്ങൾ വേണം, എന്നാലേ ഫിഅലു മാലി ആവുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ അതിനെന്ത് പറയും? മുജറദ് മുജറദ് ബിസലാസ തുലാസി, തുലാസി എന്നാണ് കേട്ടോ, തുലാസി. എന്നാൽ 4 അക്ഷരങ്ങൾ ഉള്ള ഫിഅലു മാദി ഉണ്ട്. 4 അക്ഷരങ്ങൾ ഉള്ള ഫിഅലു മാദി ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ ദഹ്റജ, ദഹ്റജ എന്നുള്ളതാണ്. ദഹ്റജ എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ ഉരുട്ടി എന്നൊക്കെയാണ് അർത്ഥം. ഉരുട്ടി, ദഹ്റജ എന്നുള്ളത്. പിന്നെ അതിനെന്ത് പറയാ? അൽ മുജറദ് അർ-റുബാഇ, അൽ മുജറദ് അർ-റുബാഇ എന്നാണ് അതിന് പറയാം. അൽ മുജറദ് അർ-റുബാഇ, ദഹ്റജ. ഇനി ഇതിന്റെ മസീദോ, ഇതിലേക്ക് മസീദ് ബി ഹർഫ്, ഒരു അക്ഷരം കൂട്ടുമ്പോ തദഹ്റജ എന്നാണ്. തദഹ്റജ, ദഹ്റജ, തദഹ്റജ. അതേപോലെ തന്നെ റുബായിൽ വരുന്നതാണ് പിന്നെ സൽസല. സൽസല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രകമ്പനം എന്നൊക്കെയാണ് അർത്ഥം. സൽസല. അപ്പൊ ഇതിന്റെ ഒക്കെ വസ്ന എങ്ങനെയാ പറയാ ഫാല വെച്ചിട്ട്? വസ്വസ. പിന്നെ ദഹ്റജ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ വസ്ന് അത് ഞാൻ പറഞ്ഞുതരാം. വസ്ന് ഞാൻ പറഞ്ഞുതരാം, ഓർമ്മയ്ക്ക് വരുന്നില്ല. ഓർമ്മയ്ക്ക് വരുന്നില്ല, ഞാൻ പറഞ്ഞു തരണം കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ വസ്ന് നമ്മൾ എപ്പോഴും ഫഅല യഫ്അലു തഫ്അലു ഇസ്തഫഅല എന്നുള്ളതല്ല, ഫഅല എന്നുള്ള വസ്നൊക്കെ വരും. ഫഅല എന്നുള്ള വസ്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ കൂടുതൽ അതിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പോൾ ഇതൊക്കെ പിന്നെ ദഹ്റജ, സൽസല, വസ്വസ എന്നൊക്കെ എന്താണ്, മുജറദ് സുലാസി ആണ്. അപ്പൊ അതില് പിന്നെ തൊമഅന,
റുബായി. തൊമഅന. തൊമഅന എന്നുള്ളത് പിന്നെ ഇത്മഅന്ന എന്നാണ്. പിന്നെ ഇത്മഅന്ന ഇത്മഅന്ന എന്നുള്ളത്. ഇങ്ങനെ മുജറദ് റുബായിയും എന്ത് ചെയ്യാം, വരാം. ഇത് നമ്മൾ പിന്നെ ഇതിന്റെ കൂട്ടത്തിലൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഈ പാഠത്തിൽ എന്തെന്നില്ല, അതായത് ഇപ്പൊ നമുക്ക് റുബായിനെ കുറിച്ചിട്ട് പിന്നെ പഠിക്കാൻ ഇല്ല. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇത് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ റുബായിയും ഉണ്ട്, വെറും സുലാസി മാത്രമല്ല മുജറദ് റുബായിയും ഉണ്ട് എന്ന് എന്ത് ചെയ്യാം, നമ്മൾ തൽക്കാലം മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ പാഠത്തിലേക്ക് വരാം. 16ാമത്തെ ചാപ്റ്റർ ആണ്. പേജ് നമ്പർ 109 ആയിരിക്കും നമ്മളെ ബുക്കിൽ, അത് തന്നെ ആയിരിക്കും എന്നാണ് കരുതുന്നത്. ഓക്കെ. അദ്ദറസു അസ്സാദിസ് അശർ, 16ാമത്തെ പാഠം. വാപ്പയും മക്കളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ. അത് ഇവിടെ അറാദ അറാദ എന്നുള്ള ഒരു ഫിഅലും മാദിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ പഠിക്കുന്നത്. അറാദ എന്നുള്ളത്. ഓക്കെ. അൽ അബ്, വാപ്പ ചോദിക്കാണ്, അതുരീദൂന ശൈഅൻ മിനസ്സൂഖി യാ അബ്നാഇ അനൽ ആൻ അദ്ഹബു ഇലൽ മസ്ജിദി വസഅദ്ഹബു ഇലസ്സൂഖി ബഅദ സ്വലാത്തി. അതുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, ഷൈഅൻ വല്ലതും. തുരീദൂന, അറാദ യുരീദു തുരീദു, തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, ഷൈഅൻ വല്ലതും, മിനസ്സൂഖി അങ്ങാടിയിൽ നിന്ന്, യാ അബ്നാഇ എൻ്റെ മക്കളെ, എൻ്റെ മക്കളെ നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് വല്ലതും പിന്നെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വല്ലതും നിങ്ങൾക്ക് വേണോ എന്നാണ് ചോദിക്കണത്. നിങ്ങൾക്ക് അങ്ങാടിയിൽ നിന്ന് വല്ലതും വേണം. അന ഞാൻ, അൽ ആൻ ഇപ്പോൾ, അദ്ഹബു ഞാൻ പോകുന്നു, ഇലൽ മസ്ജിദ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പള്ളിയിലേക്ക് പോകുന്നു, വസഅദ്ഹബു അതിനുശേഷം എന്ത് ചെയ്യും, ഞാൻ പോകും, ഇലസ്സൂഖി അങ്ങാടിയിലേക്ക്, ബഅദ സ്വലാത്തിൻ നമസ്കാരത്തിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, അങ്ങാടിയിലേക്ക് പോകും എന്നാണ്. അതായത് നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ ഞാൻ എന്ത് ചെയ്യും, അങ്ങാടിയിലേക്ക് പോകും എന്നാണ് ഇവിടെ പറയുന്നത്. തുരീദൂന എന്നുള്ളതാണ്. എന്താണ് തുരീദൂന? ഫിഅലുൻ മുദാരിഉൻ ഫിഅലുൻ മുദാരിഉൻ مرفوع أيوة مرفوع وعلامة رفعه ثبوت النون. أيوة ثبوت النون وثبوت النون. لا تريدون نعم. لا وعلامة رفعه ثبوت النون. تريدون എന്ന് പറഞ്ഞാൽ فعل مضارع مرفوع وعلامة رفعه ثبوت النون എന്നുള്ളതാണ്. അപ്പൊ അവിടുത്തെ ഫാഇലോ? അയ്യോ അഹ്സൻത്. വാവ് ആണ് അവിടുത്തെ ഫാഇൽ. വാവ് അവിടുത്തെ ഫാഇൽ. ഷൈഅൻ വല്ലതും. ഷൈഅൻ എന്നുള്ളത് എന്താ? ഫിഅൽ മുളാരി വന്ന അവിടെ എന്ത് ചെയ്യും? മഫ്ഊലുൻ ബിഹി വരും. മഫ്ഊലുൻ ബിഹി മൻസൂബുൻ വഅലാമത്തു നസ്ബിഹി الفتحة. لا مفعول به منصوب وعلامة نصبه الفتحة من حرف جر. لا പിന്നെ അസ്സൂഖ് എന്നുള്ളതോ ഇസ്മുൻ മജ്റൂർ. യാ എന്നുള്ളത് ഹർഫുൻ നിദ. അബ്നാഇ എന്നുള്ളത്
മുനാദ അല്ലേ? മുനാദ അതില് പിന്നെ അബ്നാ ഈ എന്നുള്ളതാണ്. ആ അബ്നാ ഈ എന്നുള്ള അവസാനത്തെ യാ ഓ മുലാഫിൻ ഇലൈഹി. മുളാഫുൻ ഇലൈഹി. മുളാഫുൻ ഇലൈഹി. ഇലൈഹി. അഹ്സൻതും അഹ്സൻതും ബറകല്ലാഹു ഫീക്കും. അപ്പോൾ ഒരുവിധം നമുക്ക് എന്തായി, ഇപ്പോൾ ഒരു ജുംല കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കിട്ടി അല്ലേ? തുരീദൂന ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി സുബൂത്തുൻ നൂൻ. ഫാഇല് വാവാണ്. ഷൈഅൻ മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. മിൻ ഹർഫു ജർ അസ്സൂഖ് ഇസ്മുൻ മജ്റൂർ. യാ ഹർഫു നിദാ. അബ്നാഇ മുനാദ. യാ മുളാഫുൻ ഇലൈഹി. അനൽ ആൻ أذهب إلى المسجد وسأذهب إلى السوق بعد صلاة. أنا ده മുബത്തദ മുബ്തദ ആണ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തെങ്ങനെ? മുബ്തദഉൻ മർഫൂൻ മർഫൂൻ അതോടൊപ്പം എന്താണ്? ضميറാണ്. ضميറുൻ മുൻഫസിലുൻ. ضميറുൻ മുൻഫസിലുൻ അല്ലേ? ضميറുൻ മുൻഫസിലുൻ മബ്നിയുൻ على السكون في محل رفع مبتدأ. ضمير منفصل മബ്നിയുൻ അല സുക്കൂൻ. ضمير منفصل പിന്നെ മബ്നിയുൻ അല സുക്കൂൻ. مبني على السكون في മഹല്ലി محل റഫ്ഇ رفع എന്താണ്? മുബ്തദ. ايوه مبتدأ. في محل رفع مبتدأ. أنا ضمير منفصل مبني على السكون في محل رفع مبتدأ. الآن ളർഫു സമാൻ. ളർഫു സമാൻ. ظرفാണ് അല്ലേ? ظرف. الآن എന്നുള്ളത് എന്താണ്? ظرفാണ്. أذهب. എന്താ أذهب? ഫിഅല് മുളാരി. മുളാരി فعل മുളാരി. മുളാരി അത് فعل مضارع مرفوع വഅലാമത്തു റഫ്ഇ وعلامة رفعه ലമ്മ. وعلامة رفعه الضمة. وعلامة رفعه الضمة. പിന്നെ അതിന്റെ ഫായിലോ? അന ضمير مستتر. ضمير مستتر ضمير مستتر. تقديره അങ്ങനെ പറയണം. വെറും അന പറഞ്ഞ പോരട്ടോ. تقديره أنا. أنا. تقديره أنا. പിന്നെ പിന്നെന്താ ഇതിലുള്ളത്? ഇല. ഇല എന്നുള്ളത് حرف جر. ഹർഫു ജർ. അൽ മസ്ജിദ് എന്നുള്ളത് اسم مجرور. ഇസ്മുൻ മജ്റൂർ. മജ്റൂർ. ഇസ്മുൻ മജ്റൂർ എന്നുള്ളതാണ്. പിന്നെ വ സഅദ്ഹബു എന്നുള്ളതാണ്. സീൻ എന്താണ്? സീനുൽ ഇസ്തിഖ്ബാൽ എന്നാണ്. സീൻ ഇസ്തിഖ്ബാൽ. അദ്ഹബു ഫഅലു മുളാരി മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി الضمة. إلى حرف جر السوق اسم مجرور بعد ظرف ظرف. الصلاة مضاف إليه. مضاف مضاف إليه إليه. مضاف إليه. أحسنت.
ഓക്കെ. അപ്പോ അൽ അബ്ന മക്കള് പറയാണ് നഅം, അതെ, നുരീദു അഷ്യാഅ കസീറത്തൻ, നുരീദു അഷ്യാഅ കസീറത്തൻ, നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, അഷ്യാഅ കസീറത്തൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണം. കുട്ടികൾ ചില്ലറക്കാരല്ല, ഞങ്ങൾക്ക് കുറെ സംഗതികൾ വേണമെന്നാ പറയണത് അല്ലെ. എന്താണ് നുരീദു? എന്താ? ഫീല് മുലാരി ഫിഅലുൻ മുദാരിഉൻ مرفوع മർഫൂൻ മർഫൂഉൻ റഫീഹി വഅലാമത്തു റഫ്ഇഹി وعلامة رفعه അല്ലമ്മ ضمة الضمة. أشياء مفعول به മർഫൂലും ബിഹി مفعول به منصوب 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 وعلامة علامة نصبه الفتح الفتحة الفتحة. كثيرة منوت نعت منوت منعوت نعت منوت അല്ലേ نعت 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 منع منع نعت منصوب نعت مرفوع وعلامة رفعه الفتحة كثيرة وعلامة رفعه الفتحة. ഇവിടെ എന്താണ് അഷിയാ എന്നുള്ളതിന് കെസീറത്തുൻ എന്ന് വരാൻ കാരണം? കെസീറു എന്ന് ممنوع من പറഞ്ഞ പോലെ الصرف أشياء ممنوع من الصرف മംനൂഉൻ മിനസ്സർഫ്. വയറു ആക്കിലായ ആ ഗൈറു ആഖിലായ ജംആണ് അല്ലെ. ഗൈറു ആഖിലായിട്ടുള്ള ജംഇന് നമ്മൾ എന്താ കൊടുക്കുക? مؤنث ആയിട്ട് അന്നസ് മുഫ്രദ് ആയിട്ടുള്ളതാണ്. മുഅന്നസ് ആ മുഅന്നസ് ആയിട്ടുള്ളതാണ് എന്ത് ചെയ്യുക? മുഅന്നസ് മുഫ്രദാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ ഓക്കെ. അപ്പോ അൽ അബ് മാദാ തുരീദു യാ ഉമറു, മാദാ തുരീദു യാ ഉമറു, ഉമറെ ഈ എന്താണ് ഉദ്ദേശിക്കുന്നത്? തുരീദു ഫിഅൽ മുളാരി മർഫൂഉ അലാമത്തു റഫ്ഇഹി അദ്ദമ്മ, യാ ഹർഫുൻ നിദാ, ഉമറു മുനാദ. ഇപ്പൊ എന്താണ് ഉമർ എന്താ പറയുന്നത്? ഉരീദു ഖലമൻ, ഉരീദു ഖലമൻ, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പിന്നെ പെന്നാണ് എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് പെന്നാണ്. ഉരീദു ഫിഅലുൻ മുലാരി ഫിഅലുൻ മർഫൂ മുദാരിഉൻ മർഫൂഉൻ വഅലാമത്തു വഅലാമത്തു റഫ്ഇഹി ضمة ضمة الضمة. قلما مفعول مفعول به به منصوب منصوب مفعول به منصوب وعلامة نصبه علامة به الفتحة الفتحة. الأب أما عندك قلم؟ أما عندك قلم അല്ലെ. നെഗറ്റീവ് ആയിട്ടാണ് ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് പേനല്ലേ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് പേന ഉണ്ടോന്നല്ല, ഉണ്ടോന്നുള്ളതിനാണെങ്കിൽ എന്ത് ചെയ്യണം? നാം ഉണ്ട്, അല്ലെങ്കിൽ ല ഇല്ല എന്നുള്ളതാണ്. ഇവിടെ അമ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതിന് എന്താ പറയാ? بلى بلا ബല എന്നാ പറയാ ഉണ്ട് എന്നുള്ളതിന്. ഇല്ല എന്നുള്ളതിനോ نعم نعم നാം നാം. എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ? അമ ഇൻദക കലമുൻ, എൻ്റെ അടുത്ത് പേനല്ലേ എന്ന് ചോദിക്കുന്നത്. ബല, അതെ ഉണ്ട്. ഇൻദി ഖലമുൻ അസ്റഖു ഉരീദു ഖലമൻ അഹ്മറ, ഉരീദു ഖലമൻ അഹ്മറ. അതെ, ഇൻദി എൻ്റെ അടുത്തുണ്ട്, ഖലമുൻ അസ്റഖു അല്ലെ, എൻ്റെ അടുത്ത് എന്തുണ്ട്? ആ ബ്ലൂ Brown. പെന്ന് ഉണ്ട്. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, ഖലമൻ അഹ്മറ റെഡ് പെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് ചുവപ്പ് പെന്നും കൂടി വേണം എന്നാണ്. ഇൻദി, ഇന്ദ ദർഫാണ്, യാ مضاف مضاف إليه إليه മുളാഫുൻ ഇലൈഹി. അപ്പൊ ഇന്ദി എന്നുള്ള مبتدأ شبه جملة خبر മുബ്തദ അല്ല, ശിബുഹു شبه ജുംലയാണ്. جملة. ശിബുഹു خبر ജുംല ഇവിടെ مقدم എന്തായിട്ട് വരും? خبر خبر مقدم മുഖദ്ദം അല്ലെ. ഖബർ മുഖദ്ദം. ഹിന്ദി എന്നുള്ള ശിബുഹു ജുംല ഖബർ മുഖദ്ദം. ഖലമുൻ مبتدا مؤخر മുബത്തദഉൻ മുഅഖറുൻ അല്ലെ, മുബത്തദഉൻ മുഅഖറുൻ. അസ്റഖു എന്നുള്ളത് نعت നഅത്ത്, അസ്റഖു എന്നുള്ളത് നഅത്ത് ആയിട്ടാണ് വരിക. ഉരീദു ഖലമൻ അഹ്മറ, ഉരീദു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ. ഖലമൻ മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽഫത്ഹ. അഹ്മറ, എന്താ അഹ്മറ? نعت نعت നഅത്ത്, നഅത്താണ് വരിക. അല്ല അപ്പോ വാപ്പ ചോദിക്കാണ്, മാദാ തുരീദു അൻത യാ അംറു, മാദാ തുരീദു അൻത യാ അംറു, അമ്രെ നിനക്ക് എന്താണ് വേണ്ടത് എന്നാണ്. ഇവിടെ
ഇവിടെ ഈ ഹർക്കത്ത് ഒന്നുമില്ല എന്ന് വിചാരിച്ചോളൂ. എന്താ വായിക്ക? ഉമർ. ഉമർ. രണ്ടും അമർ എന്ന് വായിക്കും അല്ലെ? ഉം. അമ്ര എന്നും വായിക്കാം. ഇതിനിപ്പോ ഹർക്കത്ത് ഇങ്ങനെ ഇട്ടെടുത്താ പോരെ? അമ്ര എന്നും വായിക്കാൻ. പക്ഷേ ഈ ഹർക്കത്തൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് തിരിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു വാവ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഒരു ഹർക്കത്തും ഇല്ല, ഇങ്ങനെ എഴുതിയിട്ട് ഒരു വാവും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ്? അമ്രോ. അമ്ര എന്നാണ് വായിക്കുക. എന്താണ്? അമ്ര. അമ്ര. ഒരിക്കലും ഉമർ വായിക്കരുത്. ഓക്കെ. ഉമറിന് എന്തുണ്ടാവില്ല? ഇവിടെ വാവ് ഉണ്ടാവില്ല. അമ്രിനാണ് അവിടെ വാവ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട തംരീന് വരുന്നുണ്ട്, നമുക്ക് അവിടെ സൂചിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ. മാദാ തുരീദു യാ അമ്രു, അമ്രെ നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോ അമ്ര പറയാണ് ഉരീദു ദഫ്തറൻ, ഉരീദു ദഫ്തറൻ, എനിക്ക് എന്താണ് വേണ്ടത്? നോട്ട്ബുക്കാണ് വേണ്ടത്. അപ്പോ അവിടുന്ന് ഉപ്പ ചോദിക്കുകയാണ് അമസ്തറൈതു ലക ദഫ്തറൻ ഫിൽ ഉസ്ബുഇൽ മാദി, അമസ്തറൈതു ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നില്ലേ? ഇസ്തറൈതു എന്നുള്ളത് ലക നിനക്ക്, ദഫ്തറൻ നോട്ട്ബുക്ക്, ഫിൽ ഉസ്ബുഇൽ മാദി, ഉസ്ബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച എന്നാണ്. ഉസ്ബു ആഴ്ച. ഉസ്ബുഇൽ മാദി കഴിഞ്ഞ ആഴ്ച. മാദി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ നിനക്ക് നോട്ട്ബുക്ക് വാങ്ങി തന്നില്ലേ? ഇപ്പൊ അംബർ പറയാണ് ബല, അതെ. വലാകിൻ ദാക ദഫ്തറ വറഖുഹു ഗൈറു മുസത്തരിൻ, ഉരീദു ദഫ്തറൻ ദാ വറഖിൻ മുസത്തരിൻ എന്നാണ്. ബല, അതെ, മേടിച്ചു തന്നിട്ടുണ്ട്. വലാകിന്ന പക്ഷേ, ദാക ദഫ്തർ ആ നോട്ട്ബുക്ക്, വറഖുഹു അതിന്റെ പേജ് എന്താണ്? ഗൈറു മുസത്തരിൻ, ഗൈറു മുസത്തരിൻ വരല്ലാത്ത പേജുകളാണ്, വരല്ലാത്ത പേജുകളാണ് എന്നാണ്. ഉരീദു എനിക്ക് വേണ്ടത് എന്താണ്? ദഫ്തറൻ നോട്ട്ബുക്കാണ്, ദാ വറഖി മുസത്തരിൻ വര ഉള്ള പേജ് ഉള്ള നോട്ട്ബുക്കാണ് എനിക്ക് വേണ്ടത് എന്നാണ്. ഇവിടെ ലാക്കിന്ന, ലാക്കിന്ന എന്നുള്ളത് എന്താ? ഹർഫു ഇന്ന അഖ്വാത്തിന്റെ എന്താണ്? ഹർഫു നാസിഖ് ആണ് അല്ലെ? ഹർഫു നാസിഖ്. ദാക, ദാക ഇസ്മു ഇസ്മു ലാക്കിന്ന, ഇസ്മു ലാക്കിന്ന. അദ്ദഫ്തറ, അദ്ദഫ്തറ ഖബർ. ബദലു ലാക്കിന്നാണ് വരിക. ബദൽ. ദാക എന്ന് പറഞ്ഞാൽ അത് എന്ന് വന്നു, പിന്നെ അത് പിന്നെന്താണ്? ലാക്കിന്ന ദാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നുള്ള അർത്ഥത്തിൽ അവിടെ വന്നു കഴിഞ്ഞു. പിന്നെ ഇത് പിന്നെ ദഫ്തർ എന്താണ്? അതിന്റെ ബദലായിട്ടാണ് അവിടെ വരുന്നത്. ബദലുൻ മൻസൂബ്, ബദലുൻ മൻസൂബ്. പിന്നെ വറഖുഹു ഖബറു ലാക്കിന്ന. അയ്വ ഖബറു ലാക്കിന്നയാണ്. വറഖ്, വറഖ് എന്ന് പറഞ്ഞാൽ ഖബറു ലാക്കിന്നയാണ്. ഹു എന്നുള്ളത് മുലാഫിൻ മുളാഫുൻ ഇലൈഹി, മുളാഫുൻ ഇലൈഹി. ഗൈർ എന്നുള്ളത് എന്താ? നാഅത്താണ്. ഗൈർ നാഅത്താണ്. മുസത്തർ എന്നുള്ളതും നാഅത്ത് തന്നെയാണ്. ഗൈറു മുസത്തർ എന്നുള്ളത് നാഅത്ത് തന്നെയാണ്. അപ്പോ ഇവിടെ പിന്നെ എന്നിട്ട് ഉരീദു ദഫ്തറ ദാ വറഖിൻ മുസത്തറിൻ, ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് വരള്ള നോട്ട്ബുക്കാണ് എന്ത് ചെയ്യുന്നത്? എനിക്ക് വേണ്ടത് എന്നുള്ളതാണ്. സോറി കേട്ടോ, മുസത്തർ എന്നുള്ളത് മുദാഫുൻ ഇലൈഹിയാണ്. അഫ്വാൻ, നാഅത്തല്ല, മുദാഫുൻ ഇലൈഹിയാണ്. പിന്നെ ഇത്ര ഉള്ളൂ. ഗൈർ, കുല്ല്, ദാ അല്ലെങ്കിൽ ദു എന്നുള്ളത്, ഈ മൂന്നെണ്ണത്തിന്റെ ശേഷം വരുന്ന പദം എപ്പോഴും എന്തായിരിക്കും? മുദാഫുൻ ഇലൈഹി ആയിരിക്കും. ഗൈർ, കുല്ല്, ദു ഈ മൂന്നെണ്ണത്തിന്റെ ശേഷം വരുന്ന പദം എപ്പോഴും മുദാഫുൻ ഇലൈഹി ആയിരിക്കും. മുദാഫുൻ ഇലൈഹി ആയിരിക്കും. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ഓക്കെ.
ഇവിടെ ദാ വറക്കിൻ വരയുള്ളത് ദാ വറക്കിൻ പേജ് മുസത്തരിൻ വരയുള്ള പേജ് എന്നാണ്. ഇവിടെ ദാ ദു ദി എന്നുള്ളത് പിന്നെ പേജിന് പിന്നെ തെമ്രീന് 12 എടുക്കുക. 12 പേജ് നമ്പർ അല്ല അഫ്വാൻ, തെമ്രീൻ പിന്നെ 12ാമത്തെ തെമ്രീൻ പേജ് നമ്പർ 116. പേജ് നമ്പർ 116. تأمل المثال ثم أكمل الجمل الآتية بوضع ذو أو ذا في الفراغ. പിന്നെ താഴെ തന്നിരിക്കുന്ന വിട്ടഭാഗത്ത് എന്താണ് ദു അല്ലെങ്കിൽ ദ വെച്ചിട്ട് എന്ത് ചെയ്യാം, വിട്ടഭാഗം പൂരിപ്പിക്കാനാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഇത്ര ഉള്ളൂ. മർഫു ആകുമ്പോൾ ദു എന്നാണ് വരിക. മൻസൂബ് ആകുമ്പോ ദ എന്നാണ് വരിക. ഒറ്റ മിനിറ്റ്. ഹലോ ഹലോ ആ ക്ലാസ്സിലാണ്. ഇല്ല, ഓക്കെ ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും. ദി എന്നാണ് വരിക. മജ്റൂർ ആകുമ്പോൾ ദി എന്നാണ് വരിക. ഇപ്പോ ഖുറാനിൽ കാണാം വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ വയതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മതറബ എന്നുള്ളത് പിന്നെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ദി എന്നുള്ളത് ഒരിടത്ത് വന്നിട്ടുണ്ടല്ലോ. ഓർമ്മ വരില്ല. ദി എന്നുള്ളതും ഖുറാനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. മൻസൂബ് ആകുമ്പോ ദ, മർഫു ആകുമ്പോ ദു, മജ്റൂർ ആകുമ്പോ ദി എന്നുള്ളതാണ്. അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻദി ദഫ്തറുൻ ദു വറഖി മുസത്തരിൻ. ഇൻദി ദഫ്തറുൻ, എൻ്റെ അടുത്ത് നോട്ട്ബുക്ക് ഉണ്ട്. എങ്ങനെയുള്ളത്? ദു വറഖി മുസത്തരിൻ, അല്ലെ, വരയുള്ളതായ നോട്ട്ബുക്ക് എൻ്റെ അടുത്ത് ഉണ്ട്. ഹാദാ മുസ്ഹഫുൻ ദു ഹർഫിൻ കബീരിൻ. ഹാദാ മുസ്ഹഫുൻ, ഇത് മുസ്ഹഫാണ്. ദു ഹർഫിൻ കബീരിൻ, അല്ലെ, വലിയ വരയുള്ളതായ. ഇവിടെ ഉള്ളതായ സാഹിബ് ഉള്ളവൻ എന്നുള്ള അർത്ഥമാണ്. ദു മാൽ, പൈസ ഉള്ളവൻ, പിന്നെ അങ്ങനെ ഉള്ളവന് അങ്ങനത്തെ അർത്ഥത്തിലാണ് ദു ദ ദി എന്നൊക്കെ വരുന്നത്. ഇസ്തറൈതു ദഫ്തറൻ, ഞാൻ നോട്ട്ബുക്ക് വാങ്ങി. ദാ വറഖിൻ മുസത്തരിൻ, വരയുള്ളതായ നോട്ട്ബുക്ക് ഞാൻ വാങ്ങി. ഉരീദു മുസ്ഹഫൻ ദാ ഹർഫിൻ കബീരിൻ. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു. മുസ്ഹഫൻ, അല്ലെങ്കിൽ എനിക്ക് വേണം, മുസ്ഹഫ് വേണം. ഇങ്ങനെയുള്ളത് ദാ ഹർഫിൻ കബീരിൻ, പിന്നെ വലിയ ഹർഫുള്ള അക്ഷരങ്ങളുള്ള മുസ്ഹഫ് എനിക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ ദ ദു ഈ രണ്ടെണ്ണമാണ്. ദി ഇപ്പം നമുക്കില്ല. ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് തംരീന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആ 11 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. 11 എണ്ണം നിങ്ങൾ എഴുതണം. പിന്നെ 8ാമത്തെ തംരീൻ നോക്കാം. പേജ് നമ്പർ 114. 8ാമത്തെ തംരീൻ ഖാലിദുൻ ഹാമിദുൻ അലിയുൻ ഹിഷാമുൻ. ഖാലിദുൻ ഹാമിദുൻ അലിയുൻ ഹിഷാമുൻ എന്നുള്ളത് ഇത് പിന്നെ പിന്നെ മംനൂഉ മിന സ്വറഫിൽ പെട്ടതല്ല. ഇതൊക്കെ എന്താണ്? നമുക്ക് മംനൂഉ മിന സ്വറഫിൽ പെടാത്ത അക്ഷരങ്ങളാണ്. എന്നാൽ ഉമറു
സുഫറു, ഹുബലു, പിന്നെ സുഹലു എന്നുള്ളതൊക്കെ എന്താണ് പിന്നെ മംനൂ മിന സൊറഫിൽ പെട്ട അക്ഷരങ്ങളാണ്. അപ്പം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഉമർ നമുക്കറിയാം. സുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കിട്ടുന്നില്ല. ഹുബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഗ്രഹത്തിന്റെ പേരാണ്. ഹുബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹത്തിന്റെ പേരാണ്. സുഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹത്തിന്റെ പേരാണ്. ശനിക്കാണ്, ശനി എന്ന ഗ്രഹത്തിനാണ് എന്ത് പറയുക സുഹൽ എന്ന് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് തമ്പി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഹാദ ത്വാലിബു ഇസ്മുഹു അമ്രുൻ. ഹാദ ത്വാലിബു ഇസ്മുഹു അമ്രുൻ. ഈ വിദ്യാർത്ഥി ഇതൊരു വിദ്യാർത്ഥിയാകുന്നവന്റെ പേര് അമ്ര എന്നാണ്. അവിടെ അമ്ര എന്ന് പറയാൻ കാരണം എന്താണ്? വാവ് അവിടെ ഉണ്ട്. പിന്നെ ഐന അമ്രു, അമ്ര എവിടെയാണ്? ഐന അമ്രുൻ, അമ്ര എവിടെയാണ്? മൂന്നാമത്തത് ളറബ അമ്രുൻ ഉമറ. ളറബ അമ്രുൻ ഉമറ. അമ്ര എന്ത് ചെയ്തു? ഉമറിനെ അടിച്ചു. അമ്രുൻ ത്വാലിബുൻ ജദീദുൻ. അമ്രുൻ ത്വാലിബുൻ ജദീദുൻ. അമ്ര എന്താണ്? പുതിയ വിദ്യാർത്ഥിയാണ്. ഇവിടെ ഈ അമ്ര എന്ന് വന്നതൊക്കെ എന്താണ്? മർഫു ആകുന്ന രൂപങ്ങളാണ്. മർഫു ആകുന്ന രൂപങ്ങളായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി മൻസൂബാകുന്ന രൂപങ്ങളാണ് ഉരീദു അമ്രൻ. ഉരീദു അമ്രൻ. അമ്രനാണ് ഞാൻ ചോദിച്ചത് എന്നാണ് ഇവിടെ അർത്ഥം. ഇവിടെ അമ്രൻ എന്ന് വരുമ്പോൾ എന്താണ്? എന്തിന്റെ ആവശ്യമില്ല? വാവിന്റെ ആവശ്യം ഇല്ല. കാരണം എന്താണ്? മൻസൂബാകുമ്പോൾ അവിടെ എന്ത് വരും? അലിഫ് വരും. അതുകൊണ്ട് അവിടെ വാവിന്റെ ആവശ്യം ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സഅലൽ മുദർരിസു അമ്രൻ അസ്ഇലതൻ കസീറതൻ. അല്ലെ, അധ്യാപകൻ അമ്രനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ളറബ ഉമറു അമ്ര. പിന്നെ ഉമർ എന്ത് ചെയ്തു? അമ്രനെ അടിച്ചു എന്നുള്ളതാണ്. ഇനി കെസറിന്റെ രൂപം അടുത്ത പേജിൽ കാണാം. ഹാദ കിതാബുൻ, ഹാദ കിതാബു അമ്രിൻ. ഇതെന്താണ്? അമ്രിന്റെ പുസ്തകമാണ്. അവിടെ അമ്രിൻ എന്ന് പറയുമ്പോൾ കെസർ വരുമ്പോഴും അവിടെ എന്ത് ചെയ്യും? വാവ് എഴുതും. ലിമൻ ഹാദൽ ഖലം. ഈ പെണ്ണ് ആരുടേതാണ്? ഹുവലി അമ്രിൻ. ഇത് അമ്രിന്റെ ആണോ എന്നുള്ളത് ഇതിലാണ്. ലഇബ്തു മാ അമ്രി. ഞാൻ അമ്രിന്റെ കൂടെ കളിച്ചു എന്നാണ്. അപ്പൊ അതിന്റെ അവിടെ കാണാം അമ്രുൻ അമ്രൻ അമ്രിൻ, ഉമറു ഉമറ ഉമറ എന്നാണ്. അമ്രുൻ മർഫു ആകുമ്പോൾ അവിടെ ഉമറു എന്നുള്ളത് എന്താണ്? മർഫു ആകുമ്പോൾ. അമ്രൻ എന്നുള്ളത് മൻസൂബാകുമ്പോൾ, ഉമറ എന്നുള്ളത് മൻസൂബാകുമ്പോൾ, അമ്രിൻ എന്നുള്ളത് പിന്നെന്താണ്? മജ്റൂർ ആകുമ്പോൾ, പിന്നെ ഉമറ എന്നുള്ളതും മജ്റൂർ ആകുമ്പോഴാണ്. എന്തുകൊണ്ടാണ് ഉമറ എന്ന് മജ്റൂർ ആകുമ്പോൾ എഴുതുന്നത്? അത് മംനൂ മിന സർഫിൽ പെട്ടത് ആയതുകൊണ്ട്. ഇനി മൂന്നാമത്തെ തംരീൻ പേജ് നമ്പർ 111 എടുക്കാം. 111. ളഅഫിൽ ഫറാഇ ഫീമാ യലിൽ ഫിഅലു യുരീദു ബഅദ ഇസ്നാദിൻ ഇല ളമാഇരിൽ മുനാസിബ്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ യോജിച്ച ഇത് എന്ത് ചെയ്യണം? യുരീദു എന്നുള്ളത് ഫിഅല് എന്ത് ചെയ്യണം? നിങ്ങൾ വെക്കണം എന്നാണ്. മാദാ ഡാഷ് യാ ഇഖ്വാനു. സഹോദരന്മാരെ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ മാദാ തുരീദൂന യാ ഇഖ്വാനു. മാദാ തുരീദൂന യാ ഇഖ്വാനു. അങ്ങനെ ആ യുരീദു എന്നുള്ളതിന്റെ ഓരോ രൂപങ്ങൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പിന്നെ എഴുതണം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിൽ 9ാമത്തെ എഴുതേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊന്നുകൂടി പറയേണ്ടതുണ്ട്. 9ാമത്തെ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ അൽ മദ്രസത്താത്ത് ഡാഷ് തൊബാഷീർ. തൊബാഷീർ എന്ന് പറഞ്ഞാൽ ശരിക്കും ചോക്ക്, ബ്ലാക്ക് ബോർഡും എഴുതുന്ന ചോക്കിനാണ് പറയാം. പിന്നെ മുരീദു അൽ മുദീറു കായിമ. കായിമ എന്ന് പറഞ്ഞാൽ പേജുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല, പേജ് അല്ല, ലിസ്റ്റ്. കായിമ, കായിമത്തെ അസ്മാഇ തുല്ലാബ്, പിന്നെ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് എഴുതണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പാഠത്തിൽ നമുക്ക് ഉള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒന്ന് വായിച്ചു നോക്കുക, അത് തംരീനുകളൊന്ന് എഴുതി നോക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഐഡിയ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല
കൂടുതൽ ഈ വിഷയത്തിൽ ഫത്ഹ നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു തആല അലം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.